മീരയുടെ കാര്യത്തിൽ മറ്റാരെയും ഇനി ഞാൻ ആശ്രയിക്കുന്നില്ല. ഞാൻ തന്നെ ഇറങ്ങുക. ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. എനിക്കൊരാപത്ത് വന്നാലും എന്നെ രക്ഷിക്കാൻ ഞാനേ കാണൂ. വീട്ടുകാര് രാഹുകാലവും മുഹൂർത്തവും ഒക്കെ നോക്കിയിരിക്കും. അന്വേഷണം നല്ലതാ, പക്ഷേ ബുദ്ധിപൂർവം വേണം. പത്രക്കാർ അറിഞ്ഞാ അതൊരു സെൻസേഷണൽ ന്യൂസ് ആക്കും. സിദ്ധു പേടിക്കണ്ട. സിദ്ധുവിന്റെ ഇമേജിന് കോട്ടം വരില്ല. അതുപോലെ സിദ്ധാർത്ഥൻ MLA-യുടെ വെള്ളക്കുപ്പായത്തിൽ ഒരു പൊടി പോലും പറ്റാതെ ശ്രദ്ധിച്ചോളാം. മീര ആരുടെ കെണിയിലാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അമ്മ ഉദ്ദേശിക്കുന്ന ആള് ആരെയും കെണിയിലാക്കുന്ന ആളൊന്നുമല്ല. നിനക്ക് അങ്ങനെ തോന്നുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നീ കെണിയിൽപ്പെടാതെ ഞാൻ രക്ഷിച്ചതുകൊണ്ട്. ദേവിക ആകെ പേടിച്ചിരിക്കുക. ഇനിയിപ്പോ അമ്മ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുന്ന തോന്നുന്നു. അങ്ങനെ പേടിക്കാൻ നിന്ന കാര്യമില്ലല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം. ഒന്ന് അന്വേഷിച്ചിട്ട് പെട്ടെന്ന് വിവരം തരണം സാർ. അതെ, പ്രഭാവതിയുടെ റിക്വസ്റ്റാ. അതെ സർ. അത്ര സീരിയസ് ആയതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. ആരാ? ഗേറ്റ് തുറക്കണോ? അല്ല, ഗേറ്റ് തുറക്കണോ? വിസിറ്റേഴ്സ് ആരാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കാവുന്ന പറഞ്ഞേക്കുന്നു മാഡം. അല്ല, പേര് പറഞ്ഞാൽ ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വരാം. ഞാൻ ആരാണെന്ന് മനസ്സിലായാലേ താൻ ഗേറ്റ് തുറക്കൂ. ഞാൻ ഈ ഗേറ്റ് ഇടിച്ചു തെറിപ്പിക്കുന്നത് കാണണോ? അപ്പൊ ഇവിടുത്തെ പ്രഭാവതിക്ക് മനസ്സിലാവും വന്നത് ആരാണെന്ന്. അയ്യോ, തുറക്കാം. ഓക്കെ സർ. സാർ വിളിച്ചാൽ മതി. താങ്ക് യു.